സമാധാനപൂർവം മനുഷ്യൻ ഇവിടെ ജീവിക്കണം, ഈ ഭൂമിയിൽ ജീവിക്കണം. എന്നാൽ സമാധാനപൂർവമുള്ള ഈ ജീവിതം അതിൽ ഇടങ്ങാറുണ്ടാക്കുന്ന, അതിൽ ഭയപ്പാടുണ്ടാക്കുന്ന, അതിൽ ഒരുപാട് വസുവാസുകൾ ഉണ്ടാക്കുന്ന ചിന്തകൾ മതത്തിൻ്റെ പേരിൽ പിൽക്കാലത്ത് പല ഘട്ടങ്ങളിലായി കൂട്ടിച്ചേർക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇസ്ലാം എന്നുള്ളത് മനുഷ്യനെ നിർഭയത്വത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന, കൽപ്പിക്കുന്ന മതമാണ്. ആ നിർഭയത്വത്തിന് വിലങ്ങ് തടിയാവുന്ന രീതിയിൽ അന്ധവിശ്വാസങ്ങൾ അങ്ങനെ കുതിച്ചു ചാടി ഇസ്ലാമിൻ്റെ ലേബലിലും അറിയപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇസ്ലാം ഏത്, സത്യമേത്, മതമേത്, ഇസ്ലാമിന് പുറത്തുള്ള പതിരേത്, അന്ധവിശ്വാസങ്ങൾ ഏത് എന്ന് വിച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ള നിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുണ്ട്, പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതനുസരിച്ച് അത് പഠിച്ചുകൊണ്ട് വേണം ഓരോ മനുഷ്യനും, ഓരോ വിശ്വാസിയും ജീവിതം ക്രമപ്പെടുത്താൻ. എന്നാൽ ഇതിനിടയിൽ പോലും ദുർബല വിശ്വാസത്തെ സ്വാധീനിക്കുന്ന അന്ധവിശ്വാസങ്ങളുടെ കടന്നുകയറ്റം, അതിനെ തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളത് വല്ലാത്തൊരു സങ്കടകരമായ കാര്യം തന്നെയാണ്. പണ്ഡിത പുരോഹിതന്മാർ തന്നെയാണ് പല അന്ധവിശ്വാസങ്ങൾക്കും പ്രേരകമാകുന്നത്, പിന്തുണ നൽകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലൊന്ന് കുശുവായി ജീവിക്കണം, കുറച്ച് പണം സമ്പാദിക്കണമെന്ന ഒരു ലക്ഷ്യം മാത്രമേ അതിനുള്ളൂ. നമുക്കറിയാം, നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ആവശ്യമാണ് ജോലി നേടുക എന്നുള്ളത്, വിവാഹം കഴിക്കുക എന്നുള്ളത്, കുഞ്ഞുണ്ടാവുക എന്നുള്ളത്, അസുഖമുണ്ടെങ്കിൽ അത് മാറുക എന്നുള്ളത്, ആപത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത്, പണം ഉണ്ടാക്കുക എന്നുള്ളത്. ഇത്തരം ഭൗതികമായ ആഗ്രഹങ്ങളെയാണ് പലപ്പോഴും അന്ധവിശ്വാസങ്ങൾ സ്വാധീനിക്കുന്നത്. ഇതൊക്കെ കുറുക്ക് വഴിയിലൂടെ നേടിയെടുക്കാനുള്ള ഉപാധികളായിട്ടാണ് അന്ധവിശ്വാസങ്ങളെ പലരും പുൽകുന്നത്. ചില ശത്രുക്കൾ, വിശ്വാസികളാവട്ടെ അവിശ്വാസികളാവട്ടെ, ചില ശത്രുക്കളായ ആളുകൾ, എനിക്കൊരു ശത്രു ഉണ്ടെങ്കിൽ ആ ശത്രു എനിക്കെതിരെ, ഞാൻ ധനം സമ്പാദിക്കുന്നതിനെതിരെ, എൻ്റെ കച്ചവടത്തിനെതിരെ, എൻ്റെ വൈവാഹിക ജീവിതത്തിനെതിരെ, എൻ്റെ കുടുംബ ജീവിതത്തിനെതിരെ, എൻ്റെ ഇവിടുത്തെ വ്യവഹാരത്തിനെതിരെ ഒക്കെയും ചില കുബുദ്ധി പ്രവർത്തനങ്ങളിലൂടെ ഇടങ്ങാറാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വിശ്വാസ ആചാരങ്ങൾ സമൂഹത്തിൽ വ്യാപകമായി നടന്നു വരുന്നുമുണ്ട്. പറഞ്ഞു വരുന്നത്, ഒരു സമാധാന അന്തരീക്ഷം അതിനെ ദുർവ്യയം ചെയ്തുകൊണ്ട് അതിനെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്ന നിലയിലേക്ക് കൊണ്ടെത്തിക്കുന്ന വിവരക്കേടിന്റെ ഉദാഹരണങ്ങളാണ് അന്ധവിശ്വാസങ്ങൾ എന്നാണ്. ഇതിനെ ഇല്ലാതാക്കാൻ വിശുദ്ധ ഖുർആനിലേക്ക് തിരിച്ചു വരിക മാത്രമേ വഴിയുള്ളൂ. പ്രവാചകൻ എന്ത് പഠിപ്പിച്ചു എന്ന് തിരിച്ചറിയുക എന്നുള്ളത് മാത്രമാണ് വഴി. നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യനെ പോലെ ഇവിടെ ഒരുപാട് ജീവിവർഗങ്ങളുണ്ട്. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ജന്തുക്കളുണ്ട്, പക്ഷിമൃഗാദികളുണ്ട്, അങ്ങനെ പലതുമുണ്ട്. എന്നാൽ നമുക്ക് കാണാൻ കഴിയാത്ത അദൃശ്യ ജീവികളായി പിന്നെയും കുറെ വിഭാഗങ്ങളുണ്ട്. മലക്കുകൾ അതിൽപ്പെട്ടതാണ്. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മലക്കുകളുണ്ട്, തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ജിന്ന് വിഭാഗങ്ങളുണ്ട്, ജിന്ന് വിഭാഗത്തിൽപ്പെട്ട ശൈത്താന്മാരുണ്ട്. ശൈത്താന്മാരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ വഴി പിഴപ്പിച്ച് നശിപ്പിക്കുക എന്നുള്ളതാണ്. പടച്ചവനെ കുറിച്ചുള്ള നേർത്ത ഓർമ്മകൾ പോലും ഇല്ലാത്ത വിധത്തിൽ അവനെ തകർക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിൽ, ദൃഢവിശ്വാസത്തിന്റെ പേരിൽ ജീവിക്കുന്ന മനുഷ്യർക്കിടയിലേക്ക് പിശാച് ഇരച്ചു കയറിക്കൊണ്ട് അന്ധവിശ്വാസങ്ങൾ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കും. അതിനെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് സാധാരണക്കാർ നേരിടുന്ന ഏറ്റവും ദുരന്തപൂർണമായ കാര്യം. നമുക്കറിയാം, ഇക്കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് കാസർഗോഡ് ഒരു സ്ത്രീ, ജിന്നുമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ത്രീ പിടിക്കപ്പെട്ടത്. ആ ജിന്നുമ്മയിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു വലിയ പണക്കാരൻ, ഒരു ബിസിനസ്സുകാരൻ തന്റെ സ്വർണങ്ങളൊക്കെ ഇരട്ടിപ്പിക്കാൻ അവരെ ഏൽപ്പിക്കുകയാണ്. അദൃശ്യമായ എന്തോ കഴിവ് ഈ ജിന്നുമ്മക്ക് ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട്, മൂഢമായ വിശ്വാസം പുലർത്തിക്കൊണ്ട് ഈ മനുഷ്യൻ
ഏതാണ്ട് 300ഓളം പവനാണ് ഈ ജിന്നുമ്മയെ ഏൽപ്പിച്ച് അത് ഇരട്ടിപ്പിച്ച് തരുമെന്ന് വിശ്വസിച്ചു പോയത്. പക്ഷേ അതുമൂലം ഉണ്ടായിരിക്കുന്നത് ആ സ്വർണം മൊത്തം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, അയാളുടെ ജീവൻ പോലും നഷ്ടപ്പെടുത്തേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നിത്യേന എന്നോണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ പോലും ഒരാളും അതിൽ നിന്ന് പാഠം പഠിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പാഠം പഠിക്കാതെ വീണ്ടും വീണ്ടും അതിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിനെ ഭയപ്പെടുക എന്നുള്ളതാണ് ഒരു വിശ്വാസി നിർബന്ധമായും അനുഷ്ഠിക്കേണ്ടത്. അതിനപ്പുറം ഈ അദൃശ്യ ജീവികളെ, അദൃശ്യ ശക്തികളെ, അദൃശ്യ വിശ്വാസങ്ങളെ, മറ്റു പല അന്ധവിശ്വാസങ്ങളെയൊക്കെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതിലൂടെയാണ് ഇത്തരം കെണിയിൽ മനുഷ്യന്മാർ വന്നുപെട്ടു പോകുന്നത്. മറഞ്ഞ മാർഗത്തിൽ അള്ളാഹു അല്ലാത്തവരെ ഇത്തരത്തിൽ ഭയപ്പെടുന്നതും അവരിൽ വിശ്വാസം അർപ്പിക്കുന്നതും ഗുരുതരമായ പാപമാണെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത്. എല്ലാറ്റിനും കഴിവുള്ള സൃഷ്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിലുള്ള വിശ്വാസക്കുറവ് മാത്രമാണ് ഇതിന്റെ കാരണം എന്ന് നാം മനസ്സിലാക്കണം. ഭയലേശമെന്നെ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുക. ഇത്തരം ചിന്തകളിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് ഏത് സന്ദർഭത്തിലും ഏത് ഗുരുതരമായ ഭയപ്പാടുണ്ടാകുന്ന ഘട്ടത്തിലും പടച്ചവനിലുള്ള പ്രതീക്ഷ, അത്യന്തം ഗുരുതരമായ രോഗം ബാധിച്ച് ചികിത്സ ഒന്നുമില്ലാത്ത സന്ദർഭത്തിൽ പോലും പടച്ചവനിൽ പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയുന്ന ഉറച്ച ഈമാനിക വിശ്വാസം. ആ വിശ്വാസം കൊണ്ട് ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. നമ്മുടെ അസുഖം മാറി നമ്മൾ തിരിച്ചു വരും എന്നൊന്നും അതിനർത്ഥമില്ല. എന്നാലും ഞാൻ ജീവിക്കുകയാണെങ്കിൽ എന്റെ അസുഖം മാറ്റിത്തരാൻ കഴിവുള്ളവൻ പടച്ചവനാണ്. അല്ല, ഞാൻ മരിക്കുകയാണെങ്കിൽ പടച്ചവന്റെ വിശാലമായ സ്വർഗത്തിലായിരിക്കണം എനിക്ക് പ്രവേശമെന്ന ആ ആശയോടുകൂടി ഉറച്ച ഈമാനോടുകൂടി ജീവിക്കാനുള്ള കരുത്ത് അത് അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് സാധ്യമാവുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശകുനം നോക്കുന്നവനോ അവന് വേണ്ടി ശകുനം നോക്കിപ്പിക്കുന്നവനോ, ഊഹം പറയുന്നവനോ അവന് വേണ്ടി ഊഹം പറയിപ്പിക്കുന്നവനോ, സിഹിർ ചെയ്യുന്നവനോ മന്ത്രവാദം ചെയ്യുന്നവനോ അവന് വേണ്ടി മന്ത്രവാദം അഥവാ സിഹിർ ചെയ്യിക്കുന്നവനോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ച മതത്തിൽ വിശ്വസിക്കുന്നവനല്ല. ആ വിശ്വാസം വിട്ട് അന്ധവിശ്വാസത്തിലേക്ക് ചേക്കേറിയവനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുകയുണ്ടായി. ഒരിക്കൽ പ്രവാചകൻ അബൂ ഹുറൈറ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. പ്രവാചകൻ പറഞ്ഞു, മൻ അത്താ അർറാഫൻ ഔ കാഹിനൻ ഫസദ്ദഖഹു ബിമാ യഖൂലു ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കാഹിനിനെ അഥവാ ഒരു ജ്യോത്സ്യനെ, ഒരു പുരോഹിതനെ സമീപിച്ച് ആ പറയുന്നത് അത്രയും സത്യമാണെന്ന് വിശ്വസിക്കുന്നതോടുകൂടി അവൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പാഠത്തിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു, അതിനെ ലംഘിച്ചിരിക്കുന്നു എന്ന്. മൻ അത്താ അർറാഫൻ ഫസഅലഹു അൻ ഷൈഇൻ ലം തുഖ്ബൽ ലഹു സലാത്തുൻ 40 ലൈല. ഒരാൾ ഒരു ജ്യോത്സ്യനെ, ഒരു ജ്യോതിഷിയെ സമീപിച്ച് ഇത്തരത്തിലൊരു വിശ്വാസത്തോടെ എന്റെ ഭാവി ഇന്നതായിരിക്കണമെന്ന് അറിയണമെന്ന വിശ്വാസത്തോടെ സമീപിച്ചാൽ ആ മനുഷ്യന്റെ 40 ദിവസത്തെ നമസ്കാരം, ആ മനുഷ്യന്റെ 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കപ്പെടുന്നതല്ല. എന്ന് വെച്ചാൽ ഈ 40 ദിവസത്തിനുള്ളിൽ അയാൾ മരണപ്പെടുകയാണെങ്കിൽ അയാളുടെ വിശ്വാസം അല്ലെങ്കിൽ ഈമാനോടുകൂടെ അയാൾക്ക് മരിക്കാൻ, നമസ്കാരമില്ലാത്തവന് അങ്ങനെ ഈമാനോടുകൂടെ മരിക്കാൻ കഴിയില്ലല്ലോ, അയാൾക്ക് ഈമാനോടുകൂടെ മരിക്കാൻ കഴിയില്ല എന്നാണ് അർത്ഥം. ഒരു അന്ധവിശ്വാസത്തിന്റെ എല്ലാ പാതയെയും എല്ലാ വഴികളെയും കച്ചുടച്ച മതമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് നാം തിരിച്ചറിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യങ്ങളിലൊക്കെ തന്നെയും നമ്മെ സ്വാധീനിക്കുന്ന, നമ്മളിൽ വസ്വാസം ഉണ്ടാക്കുന്ന, നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ച് ഇളക്കി വിടുന്ന വിശ്വാസ ആചാര കർമ്മങ്ങളിൽ നിന്ന്, ഇബ്ലീസിന്റെ ശൈത്താന്റെ ശർറിൽ നിന്ന് അഭയം തേടാനുള്ള എന്ത് രീതിയാണ് അവലംബിക്കേണ്ടത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ന ലികുല്ലി ഷൈഇൻ സലാമൻ. ഓരോ വസ്തുവിനും ഓരോ മുഖ്യസ്ഥാനമുണ്ട്. ഓരോ വസ്തുവിനും ഓരോ മുഖ്യസ്ഥാനമുണ്ട്.
വിശുദ്ധ ഖുർആനിന്റെ മുഖ്യസ്ഥാനം സൂറത്തുൽ ബഖറയാണ്. സൂറത്തുൽ ബഖറ രാത്രി പാരായണം ചെയ്താൽ ചെയ്യുന്ന സ്ഥലത്തു നിന്ന് അല്ലെങ്കിൽ ചെയ്യുന്ന വീട്ടിൽ നിന്ന് ശൈത്താൻ 3 രാത്രികൾ പുറത്തു പോകും. ശൈത്താന്റെ ഉപദ്രവങ്ങളൊന്നും ആ മനുഷ്യൻ ഉണ്ടാവുകയില്ല. സൂറത്തുൽ ബഖറ പാരായണം ചെയ്താൽ, പകലിലാണ് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നതെങ്കിൽ 3 ദിനങ്ങൾ ആ രീതിയിൽ ശൈത്താന്റെ ഷർറിൽ നിന്ന് നമുക്ക് രക്ഷയുണ്ടാകും. സൂറത്തുൽ ബഖറ എന്നുള്ളത് വിശുദ്ധ ഖുർആന്റെ മുഖ്യ സ്ഥാനമാണ്, കേന്ദ്രമാണ്. അത് പാരായണം ചെയ്യണം. അള്ളാഹുവിന്റെ വചനങ്ങളാണ്, അള്ളാഹു മനുഷ്യർക്കായി നൽകുന്ന സന്ദേശങ്ങളാണ്. ആ സന്ദേശങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുത്ത് അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താനുള്ള ഉപാധിയാണ്. ഇത്തരം ഫിത്നകളിൽ നിന്ന്, ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് രക്ഷ തേടാനുള്ളതായിട്ട് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത്. ഉത്ബ ബിൻ ആമിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻസിലത്ത് അലയ്യ സൂറത്താനി ഫതവ്വദു ബിഹിന്ന ഫഇന്നഹു ലം യുതവ്വദു ബിമിസ്ലിഹിന്ന. എനിക്ക് 2 സൂറത്തുകൾ അവതരിപ്പിക്കപ്പെട്ടു. അവ കൊണ്ട് നിങ്ങൾ പാപങ്ങളിൽ നിന്ന് രക്ഷ തേടണം. നമുക്കുണ്ടാകുന്ന പാപങ്ങളിൽ നിന്ന്, ഇബ്ലീസിന്റെ ശൈത്താന്റെ ഷർറിൽ നിന്നുള്ള നമുക്കുള്ള രക്ഷക്കായി ഈ 2 സൂറത്തുകൾ നിങ്ങൾ ഓതണം. ഏതാണ് സൂറത്തുകൾ? പ്രവാചകൻ പറയുകയാണ്, ഉത്ബ ബിൻ ആമിർ വിശദീകരിക്കുകയാണ്. യാനി അൽ മുഅവ്വിദത്തൈൻ, മുഅവ്വിദത്തൈൻ എന്ന് അറിയപ്പെടുന്ന 2 സൂറത്തുകൾ. സൂറത്തുൽ ഫലഖ് ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖും സൂറത്തുൻ നാസ് ഖുൽ ഔദു ബിറബ്ബിൻ നാസ് എന്ന സൂറത്തും. ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ ആമന റസൂലു ബിമാ ഉൻസില, അതേപോലെ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ ഔദു ബിറബ്ബിൻ നാസ്. ഈ 3 സൂറകൾ ഓതിക്കൊണ്ട്, കയ്യിൽ ഊതിക്കൊണ്ട് ശരീരം തടവുക എന്നുള്ളത് പ്രവാചക ചര്യയുടെ ഭാഗമാണ്. നമുക്ക് അങ്ങനെ ഉറക്കിലേക്ക്, മയക്കത്തിലേക്ക് പോകാൻ കഴിയണം. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ, അള്ളാഹുവിന്റെ വചനങ്ങൾ ഹൃദയത്തിലേക്ക് നിറച്ചു വെച്ചുകൊണ്ട് ഉറങ്ങാൻ കഴിയുന്ന ഒരു മനുഷ്യന് പൈശാചികമായ ഷർറിൽ നിന്ന് രക്ഷയുണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സന്ദർഭത്തിൽ തന്റെ പ്രിയപ്പെട്ട പേരമക്കളായ ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊച്ചു കുട്ടികളായിരുന്നപ്പോൾ അവരെ ചേർത്ത് വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ, ഞാൻ നിങ്ങളെ അള്ളാഹുവിന്റെ പൂർണ്ണമായ വാക്കുകളാൽ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മത്തിൻ വമിൻ കുല്ലി ഐനിൻ ലാമ്മ, ഞാൻ നിങ്ങളെ അള്ളാഹുവിന്റെ പൂർണ്ണമായ വാക്കുകളാൽ എല്ലാ പിശാചുക്കളിൽ നിന്നും, ഹാനികരമായ എല്ലാ ജീവികളിൽ നിന്നും, ദോഷകരമായ എല്ലാ കാഴ്ചകളിൽ നിന്നും അള്ളാഹുവിനോട് അഭയം തേടുന്നു. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുകയാണ്. പല കാഴ്ചകളും, പല ദൃഷ്ടികളും, പല കാഴ്ചകളും നമ്മെ വഴിതെറ്റിക്കുന്നുണ്ട്. കണ്ണുകൊണ്ട് കാണുന്ന പലതും കാണാൻ പാടില്ലാത്തതാണ്. അതേപോലെ പല വാക്കുകൾ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല വാക്കുകള്, അതുപോലെ പല ജീവികൾ, ഉപദ്രവകാരികളായ പല ജീവികൾ, അതിൽ നിന്നൊക്കെ, അതായത് ഇവിടെ നിർഭയത്വത്തോടെ, സമാധാനത്തോടെ ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ രീതിയിൽ അവനെ പരിവർത്തിപ്പിച്ച് കൊണ്ടുവരുന്നു. അപ്പോ അതിന് തടസ്സം നിൽക്കുന്ന, ഉപദ്രവിക്കുന്ന ജീവികളാവട്ടെ, ഇത്തരത്തിലുള്ള നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന, കാതുകൊണ്ട് കേൾക്കുന്ന, നമ്മുടെ അനുഭവങ്ങളിലേക്ക് വന്നിറങ്ങുന്ന കാര്യങ്ങളാവട്ടെ, അത്തരം പൈശാചിക സ്വാധീനങ്ങൾ, അവയിൽ നിന്നൊക്കെയും ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു എന്ന് മക്കൾക്ക് വേണ്ടി ഹസൻ ഹുസൈൻ റളിയല്ലാഹുവിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ ഈ പറഞ്ഞതിനർത്ഥം എന്താണ്? നമ്മൾ മനുഷ്യന്റെ, നമ്മുടെ മനസ്സ് ദുർബലമാണ്. പല വ്യതിചലിച്ചു പോകുന്ന പല വ്യത്യസ്തങ്ങളായ ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. അതിൽ നിന്നൊക്കെ രക്ഷ, അതിൽ പലതും പൈശാചികമായ പ്രേരണയാണ്. ആ പ്രേരണയിൽ നിന്ന്, അതിൽ നിന്ന് കുടുങ്ങി പോകാതിരിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിരിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ ശക്തമായ രീതിയിൽ മനസ്സിൽ ഉറപ്പിച്ചു നിർത്തണമെന്നാണ്.
നമുക്കറിയാമല്ലോ, ഖുൽ ഔദു ബിറബ്ബിന്നാസ്, പറയുക മനുഷ്യരുടെ രക്ഷിതാവിനോട് ഞാനിതാ അഭയം തേടുന്നു, ശരണം തേടുന്നു. മലിക്കിന്നാസ്, മനുഷ്യരുടെ രാജാവിനോട്. ഇലാഹിന്നാസ്, മനുഷ്യരുടെ ദൈവത്തോട്. മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്, ദുർബോധനം നടത്തി പിന്മാറിക്കളയുന്നവരെ കൊണ്ടുള്ള ശർറിൽ നിന്ന്, കെടുതിയിൽ നിന്ന്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്നവർ. ആരാണത്? ആരൊക്കെയാണത്? മിനൽ ജിന്നതി വന്നാസ്, ജിന്നുകളിൽപ്പെട്ട മനുഷ്യരിൽപ്പെട്ടവർ. ജിന്നുകളിലും മനുഷ്യരിലും പെട്ട പിശാചുക്കൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ പിശാചുക്കൾ ഉണ്ടോ എന്ന് സംശയിച്ചേക്കാം. സത്യവിശ്വാസത്തിൽ നിന്നും നമ്മെ വ്യതിചലിപ്പിക്കുന്ന എല്ലാ വഴികളും പൈശാചികമാണ്. മനുഷ്യന്റെ ചില പ്രേരണകൾ നമ്മളൊക്കെ കേട്ടില്ലേ? കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിക്കുകയാണ്, വിശുദ്ധ ഖുർആനിൽ മനുഷ്യ സംസ്കരണത്തിനായുള്ള ഒരൊറ്റ ആയത്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന വലിയ വലിയ ആളുകൾ, വലിയതെന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അവയൊക്കെയും യഥാർത്ഥത്തിൽ പൈശാചികമായ ചിന്ത മനുഷ്യരിലേക്ക് ഇട്ടുതരികയാണ്. ഖുർആനെ സംശയിക്കാൻ, സംശയദൃഷ്ടിയിലേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങൾ, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ, അത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇബ്ലീസ്, ആ ഇബ്ലീസിന്റെ ആ ആളുകളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ അള്ളാഹുവിൽ ശരണം തേടണം, അള്ളാഹുവിൽ അഭയം തേടണം. വേറെ ഒരു കുറുക്ക് വഴിയും അതിനില്ല എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇതേപോലെ സ്വർഗീയ ജീവിതത്തിൽ നിന്ന് പഴം പറിക്കാൻ അനുവദിക്കാതെ നിന്ന സന്ദർഭത്തിൽ അത് മാത്രം അള്ളാഹു തടസ്സമായി ഉന്നയിച്ച സന്ദർഭത്തിൽ അതിൽ പ്രചോദിപ്പിക്കുന്ന പ്രവർത്തനം ഇബ്ലീസ് നിർവഹിച്ചു. എന്താ ആ പഴം പറിച്ചാൽ, എന്താ ആ പഴം തിന്നാൽ അതിന്റെ മാധുര്യം, അതിന്റെ രുചി അപാരമാണ് എന്നൊക്കെയുള്ള ബോധനം ഹൃദയത്തിൽ, മനസ്സിൽ ഇട്ടുകൊടുത്തു. അത്തരം ചിന്തകൾ നമുക്കുമുണ്ടാകും. അത്തരം ചില ചിന്തകൾ ചില യാത്രകളിൽ, ചില സന്ദർഭങ്ങളിൽ നല്ലതല്ലാത്ത ചില ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കയറിക്കൂടും. ഓരോരുത്തരും സ്വന്തം മനസ്സിനോടൊന്ന് ചോദിച്ചാൽ മതി, ഏതൊക്കെ രീതിയിലുള്ള ചിന്തകളാണ് നമ്മിലേക്ക് കയറിക്കൂടുക എന്ന്. അതേപോലെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാവുകയും പഴം പറിച്ചു, പഴം കഴിച്ചു, സ്വർഗ ജീവിതത്തിൽ നിന്ന് പുറത്ത് വരികയും ചെയ്യേണ്ടി വന്നു. പറഞ്ഞു വരുന്നത്, ഇബ്ലീസിന്റെ മാനസികമായ സ്വാധീനം ഏത് രീതിയിലും ചിലപ്പോ നമ്മെ പിടിച്ചേക്കാം. അതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള രക്ഷ അള്ളാഹുവിൽ ശരണം തേടൽ മാത്രമാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നതേ നടക്കൂ. ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ, അള്ളാഹു ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ ഞങ്ങൾക്കൊരിക്കലും ഒന്നും ബാധിക്കുകയില്ല. പടച്ചവൻ എന്ത് കണക്കാക്കിയോ അതല്ലാതെ ഒന്നും നമുക്ക് ബാധിക്കുകയില്ല. നമ്മൾ നടന്നു പോകുന്ന വഴിയെ ഒരു വാഹനം വന്ന് നമ്മെ ഇടിച്ച് നമുക്ക് പരിക്ക് പറ്റണം, നമ്മൾ മരിക്കണമെന്നാണ് അള്ളാഹു തീരുമാനിച്ചതെങ്കിൽ അത് സംഭവിക്കും. അല്ല, ആ വഴിയിൽ വാഹനം ഇടിക്കുന്നില്ല, അതങ്ങനെ തുടർന്നു പോകുന്നു, നമുക്ക് സുരക്ഷിതമായി നടന്നു പോകാൻ കഴിയുന്നു, അത് പടച്ചവന്റെ തീരുമാനമാണ്. ഒരാപത്ത് അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തടയാൻ മറ്റൊന്നിനും കഴിയില്ല. നമ്മൾ നമസ്കാരാനന്തരം പ്രാർത്ഥിക്കുന്നു, ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദ മിൻകൽ ജദ്ദ്. അള്ളാഹു നൽകാൻ ഉദ്ദേശിച്ചതിനെ തടയാനോ അള്ളാഹു തടഞ്ഞതിനെ നൽകാനോ മറ്റൊന്നിനും മറ്റൊരു ശക്തിക്കും കഴിയുന്നതല്ല. ഇവിടെ ഖുർആൻ പറയുന്നത്, അള്ളാഹു ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ ഞങ്ങൾക്കൊരിക്കലും ബാധിക്കുന്നില്ല. അവനാണ് ഞങ്ങളുടെ യജമാനൻ. അള്ളാഹുവിന്റെ മേലാണ് സത്യവിശ്വാസികൾ വരമേൽപ്പിക്കേണ്ടത്. വമാഹും ബിളാറീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അൽ ബഖറയിൽ പറയുകയാണ്, അള്ളാഹുവിന്റെ അനുമതി കൂടാതെ അതുകൊണ്ട് ഏതൊരാൾക്കും ഒരു ഉപദ്രവവും ചെയ്യാൻ ആർക്കും കഴിയുകയില്ല, അവർക്ക് കഴിയുകയില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിൽ പറയുന്നു, നിനക്ക് അള്ളാഹു വല്ല ദോഷവും വരുത്തി വെക്കുകയാണെങ്കിൽ അത് നീക്കം ചെയ്യുവാൻ അവനല്ലാതെ മറ്റാരുമില്ല. നിനക്ക് വല്ല ഗുണവും വരുത്തുകയാണെങ്കിലോ അത് അവൻ ഏതൊരു കാര്യത്തിനും കഴിവുള്ളവനാണെന്ന് നീ അറിഞ്ഞുകൊള്ളണം. സൂറത്ത് യൂനുസിൽ പറയാണ്, ഇതേ കാര്യം സൂറത്ത് യൂനുസിൽ ഒന്നുകൂടി വിശദീകരിച്ച് പറയാണ്, അള്ളാഹു വല്ല ദോഷവും ഏൽപ്പിക്കുന്ന പക്ഷം അവൻ ഒഴികെ അത് നീക്കം ചെയ്യാൻ ഒരാളുമില്ല.
അവൻ നിനക്ക് വല്ല ഗുണവും ഉദ്ദേശിക്കുന്ന പക്ഷം അവന്റെ അനുഗ്രഹം തട്ടിമാറ്റാനും ആരുമില്ല. തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഇച്ഛിക്കുന്നവർക്ക് അത് അവൻ അനുഗ്രഹം അനുഭവിപ്പിക്കുന്നു. അവൻ നിനക്ക് വല്ല ഗുണവും ഉദ്ദേശിക്കുന്ന പക്ഷം ആ ഗുണത്തെ, ആ അനുഗ്രഹത്തെ തട്ടിമാറ്റാൻ ഒന്നിനും കഴിയില്ല. ഇവിടെ വേറെ ഏതെങ്കിലും രീതിയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാരണം പോലുള്ള, ശകുനം പോലുള്ള അത്തരം പ്രവർത്തനങ്ങൾ, സിഹിർ പോലുള്ള പ്രവർത്തനങ്ങൾ, അതൊക്കെ നമ്മെ സ്വാധീനിച്ച് നമ്മളെ ആകെ കുഴക്കിക്കളയും. നമ്മളെങ്ങനെയാ നിർഭയത്വത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുകയെങ്കിൽ ഒരാൾ സിഹിർ ചെയ്ത് അതെന്നെ സ്വാധീനിച്ച് എൻ്റെ ജീവിതത്തിൽ ആകെ മാറ്റം വരുത്തും എന്നുണ്ടെങ്കിൽ എനിക്കെങ്ങനെയാണ് ഇവിടെ നിർഭയത്വത്തോടെ ജീവിക്കാൻ കഴിയുക? പടച്ചവൻ പറയുന്നു, അള്ളാഹുവിൽ സമയം ചെയ്താൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിർഭയത്വത്തോടെ ജീവിക്കാം. എന്റെ ശരീരത്തിൽ ജിന്ന് കയറി, ശൈത്താൻ കയറി എനിക്ക് രോഗമുണ്ടാക്കി, എന്നെ അലോസരപ്പെടുത്തി, എന്നെ ഭയപ്പെടുത്തിയാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ എനിക്കെങ്ങനെയാണ് നിർഭയത്വത്തോടെ ജീവിക്കാൻ കഴിയുക? ഇല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അള്ളാഹു വല്ല ദോഷവും അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം അത് സംഭവിക്കും. അതിനെ തടയാൻ ആരുമില്ല. വല്ല അനുഗ്രഹവും നമുക്ക് ഉണ്ടെങ്കിൽ അതിനെ തടയാനും മറ്റൊന്നിനും കഴിയില്ല. ആ അനുഗ്രഹം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഖുൽ ഇൻ അദ്രി അഖരീബും മാ തുഅദൂന അം യജഅൽ ലഹു റബ്ബി അമദാ. സൂറത്തുൽ ജിന്നിൽ പറയുകയാണ്, നിങ്ങൾക്ക് താക്കീത് നൽകപ്പെടുന്ന കാര്യം അടുത്തു തന്നെയാണോ, അതല്ല എന്റെ രക്ഷിതാവ് അതിന് അവധി വെച്ചേക്കുമോ എന്നും എനിക്കറിയില്ല, നമുക്കറിയില്ല. നമുക്ക് ഈ തൊട്ടടുത്ത സന്ദർഭത്തിൽ ഒരു ആപത്ത് വരുമോ എന്ന് പടച്ചവൻ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും. പക്ഷെ നമുക്കറിയില്ല അതിപ്പോഴാണോ പിന്നെയാണോ. രോഗികളായ പല ആളുകളും ഇന്ന് മരിച്ചു പോകും, നാളെ മരിച്ചു പോകും, ഒരു മാസം കഴിഞ്ഞ് എന്നൊക്കെ ഡോക്ടർമാർ വിധി എഴുതിയ പല ആളുകളും പിന്നെയും ജീവിക്കുന്നു. മരണം പടച്ചവൻ നിശ്ചയിച്ചതുപോലെയേ സംഭവിക്കൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ കണക്ക് കൂട്ടുന്ന പോലെ അല്ല സംഭവിക്കുക. അത് നമുക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. പടച്ചവൻ ഉദ്ദേശിക്കുന്നത് എപ്പോഴോ അപ്പോൾ സംഭവിക്കും. എന്നാൽ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചു, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താനും വകഫാ ബിറബ്ബിക വകീലാ. തീർച്ചയായും എന്റെ ദാസന്മാർ ആരാണോ അവരുടെ മേൽ നിനക്ക് ഒരു അധികാരവുമില്ല. ആർക്ക് അധികാരമില്ല? പിശാചിന്, ദുർബോധനം നടത്തുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ദുശക്തികൾക്ക് ഒന്നും അധികാരമില്ല. കൈകാര്യകർത്താവായി നിന്റെ രക്ഷിതാവ് തന്നെ മതി കേട്ടോ. നമ്മൾ വിശ്വാസികളായ ആളുകൾക്ക് ഒരു ഘട്ടത്തിലും ഭയപ്പെടേണ്ടതില്ല. നമ്മളൊരു വീട് വെച്ച് ജീവിക്കുമ്പോൾ അസൂയാലുക്കളായ ആളുകൾ ആ വീട് അതെത്ര വേണോ, അല്ലെങ്കിൽ അവന്റെ പണം, അവന്റെ സമ്പാദ്യം, അവന്റെ ജീവിതം എത്ര ഉയരത്തിലാണ് എന്ന രീതിയിൽ അസൂയ ഉണ്ടാകുന്ന ആളുകൾ ഉണ്ടാവാം. അത്തരത്തിലുള്ള അസൂയാലുക്കൾ ചിലപ്പോൾ ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തിയേക്കാം. ഇരുട്ടിന്റെ മറവിൽ വീടിന് തീ വെച്ചേക്കാം, അല്ലെങ്കിൽ ഉപദ്രവിച്ചേക്കാം. അങ്ങനെ ചില സംഭവങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നത് ഇരിക്കട്ടെ. അത്തരത്തിലുള്ള ഷർറുകൾ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുമെന്നല്ലാതെ നിങ്ങൾ ഭയപ്പെടുന്ന, അല്ലെങ്കിൽ അദൃശ്യമായ രീതിയിൽ പടച്ചവൻ ഉദ്ദേശിച്ചതല്ലാത്ത ഒരു ഷർറും നമുക്ക് വന്നു ഭവിക്കുകയില്ല എന്ന ഉറച്ച ഈമാനിക വിശ്വാസത്തോടെ ജീവിക്കുമ്പോ എനിക്ക് എന്റെ യാത്രയിൽ ഒരു ഷർറ് വന്നാൽ, ഒരു പ്രയാസം വന്നാൽ ഇത് പടച്ചവൻ തീരുമാനിച്ചതാണ് എന്ന ഉറച്ച വിശ്വാസം നമുക്കുണ്ടാവണം. ഒരു രോഗം വന്നാൽ, ഒരു ആപത്ത് വന്നാൽ, ഒരു അപകടം വന്നാൽ അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ ഭാഗമാണ്. ഇത് മറ്റാരോ ശത്രുക്കളായ ആളുകൾ, മറ്റേതോ ശത്രുക്കളായ അദൃശ്യജ്ഞാനികളായ ജീവികൾ അതൊന്നും ചെയ്തതാണ് എന്ന ഒരു സംശയം പോലും ഇല്ലാത്ത വിധത്തിൽ അള്ളാഹുവിൽ അഭയം തേടിക്കൊണ്ട്, അള്ളാഹുവിൽ ശരണം പ്രാപിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് സത്യവിശ്വാസികൾ നിർവഹിക്കേണ്ടത്. അങ്ങനെ നിർഭയത്വത്തോടെ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട് ജീവിക്കുന്ന വിശ്വാസികൾക്കാണ് ആത്യന്തിക വിജയമുള്ളത്. അത്തരം വിജയം നേടുന്നവരുടെ കൂട്ടത്തിൽ കരുണാവാനായ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.